മക്കളെ ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കിയായിരുന്നു. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയായിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്? ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് എപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. നന്നായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക, വായിച്ചു തന്നെ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോ എത്ര പറഞ്ഞു തന്നാലും നമ്മൾ റിവിഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് പഠിച്ചുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. എത്ര നന്നായി പഠിപ്പിച്ചാലും നിങ്ങൾ എത്ര നന്നായി പഠിച്ചാലും റിവിഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുന്ന ക്ലാസ് ഒരു സാറ്റർഡേയോ സൺഡേ എടുത്തിട്ട് ആദ്യം മുതൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എല്ലാ, ഇപ്പോ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ വായിച്ചു നോക്കുക. മാത്സ് ഒരിക്കലും വായിച്ചു നോക്കുകയല്ല, മാത്സ് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. എത്രത്തോളം മാത്സ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിൽ ആ കോൺസെപ്റ്റ് നിൽക്കും. ഓക്കെ. അപ്പോ സോഷ്യൽ സയൻസ് എന്താ വെച്ചാൽ നമുക്ക് എഴുതി പഠിക്കേണ്ട, നിങ്ങൾ വായിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക, ഓരോ ദിവസവും വായിച്ച് പഴയ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ ഒപ്പം പഴയത് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക. ഏറ്റവും നന്നായിട്ട് റിവിഷൻ ചെയ്യുന്ന ആൾക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടുള്ളൂ. കാരണം ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷെ അതൊരു ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിൽക്കില്ല, അതിന്റെ പകുതി ഭാഗം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് അത് എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. സ്ഥിരമായിട്ട് റിവിഷൻ ചെയ്താലേ നമുക്ക് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ തലയിൽ നിൽക്കുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ നോട്ട് ഇട്ട് തന്നിട്ടില്ല. ഓക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെന്തോ തിരക്കിലായിട്ട് അങ്ങനെ വിട്ടുപോയതായിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് പോയിട്ട് നോട്ട് എഴുതിയിട്ട് അയച്ചു കൊടുക്കാം കേട്ടോ നിങ്ങളുടെ മെന്റർക്ക്. നിങ്ങൾ പേടിക്കണ്ട, നോട്ട് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു തരുമ്പോ തന്നെ നിങ്ങൾ ഈ ലെക്ചർ നോട്ടുകൾ എഴുതി ശീലിക്കും. ഓക്കെ. ഞാൻ അതിന്റെ പോയിന്റ്സ് എല്ലാം ക്രിസ്പായിട്ട് ഒരു 1-2 വാചകം മാത്രമേ എഴുതുന്നുള്ളൂ. കഴിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ വെറുതെ കേട്ടിരിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ടൊരു നോട്ട് ഉണ്ടാക്കാൻ നോക്കും. ഓക്കെ. ഞാൻ പറയുന്ന അഡീഷണൽ പോയിന്റ്സ് അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ. നമ്മള് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. ഈ ചാപ്റ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതില് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ആണ് പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ സാംസ്കാരികത്തിൽ നമ്മൾ ഭക്തി, അതായത് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, അങ്ങനെ ഭക്തി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. 2 തരം മൂവ്മെന്റ്സ് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ പഠിക്കുന്നത് ഭക്തി മൂവ്മെന്റും, 2 നമ്മൾ പഠിക്കുന്നത് സൂഫി മൂവ്മെന്റുമാണ്. ഓക്കെ. ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ആ ഓരോ മൂവ്മെന്റിലുള്ള ആൾക്കാരും അവരുടെ കോൺട്രിബ്യൂഷൻസും അങ്ങനെ എല്ലാം അത്യാവശ്യം വിശദമായിട്ട് തന്നെ നമ്മൾ പഠിക്കും. ഓക്കെ. നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഭക്തി മൂവ്മെന്റ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ എഴുത്തച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എഴുത്തച്ഛൻ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് മൂപ്പരാണ്, എഴുത്തച്ഛനാണ്. ഓക്കെ. ഈ എഴുത്തച്ഛന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ ആണ് ശരിക്കും നമ്മുടെ ഇന്ന് കേരളത്തിലുള്ള ഈ ഭക്തി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സിന്റെ ഒക്കെ ഒരു പ്രധാന ഘടകം, അല്ലെങ്കിൽ അതൊക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് മൂപ്പരാണ്, എഴുത്തച്ഛനാണ്. ഞാനത് പറയാനുണ്ടായ കാരണം എന്താ വെച്ചാല്, എഴുത്തച്ഛനാണ് ഭക്തി കൊണ്ടുപോകുന്നതെന്നൊന്നുമല്ല കേട്ടോ, അതിന്റെ മുന്നേയും ഭക്തി ഉണ്ട്. പക്ഷെ ഭക്തി കുറച്ചും കൂടി പോപ്പുലറൈസ് ആയത്, കുറച്ചും കൂടി പ്രസിദ്ധ എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് ഈ ഒരു സംഭവത്തിൽ നിന്നാണ് മുന്നോട്ട് വന്നത്. ഞാൻ പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത്, അതായത് ഈ ജന്മികളും അതുപോലെ ഫ്യൂഡൽ വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്നത്, ആളുകൾക്ക് ആരെയും പേടിയൊന്നും, അതായത് എന്താ പറയാ, ഇപ്പോ ഒരാൾ വന്നിട്ട് ഒരാളെ കൊല്ലും, ഒന്നാന്താ കൊല്ലും, അത്ര ആ ഒരു ലൈനായിരുന്നു. ആർക്കും ആരെയും പേടിയില്ല. അപ്പോഴാണ് എഴുത്തച്ഛൻ മനസ്സിലാക്കിയത്, ഇതിനെ എന്താ പറയാ, ആളുകൾ ഇങ്ങനെ പേടിയില്ലാതെ ആയിക്കഴിഞ്ഞാൽ സമൂഹം ഭയങ്കരമായിട്ട് അധപ്പതിച്ചു പോകും. അധപ്പതിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നാശമായിട്ട് പോകും. അപ്പൊ മനുഷ്യർക്ക് എപ്പോഴെങ്കിലും എന്തിനെങ്കിലും ഒരാളെ പേടി വേണം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അച്ഛനെയൊക്കെ നമുക്ക് ഭയങ്കര പേടിയാവും.
അമ്മേനെ പൊതുവെ പേടി കുറവാണ്, പക്ഷെ അച്ഛനെ ഭയങ്കര പേടിയാവും. അപ്പൊ അച്ഛനും കൂടി എന്താ പറയാ, നമുക്ക് പേടില്ലെങ്കിൽ നമ്മൾ തോന്നിയ പോലെ നടക്കും. ആർക്കും ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റേ കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മൾ നമ്മുടെ തോന്നിയ വഴിക്ക് പോകും, അല്ലേ? ഇതുപോലത്തെ ഒരു പേടിപ്പിക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ആ ഒരു സാധനം വേണം എന്നുള്ളത് എഴുത്തച്ഛൻ ആ കാലഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കി. കാരണം അത്രയും വൃത്തികെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് അന്ന് കേരളവും ഒക്കെ പോയത്. ഞാനിത് ഇന്ത്യനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഞാൻ കേരളം ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോ ആ അപ്പൊ എഴുത്തച്ഛൻ മനസ്സിലാക്കി എന്ത് ചെയ്യാം, ഓക്കെ, നമ്മൾ കുറച്ചും കൂടി ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നാൽ, അല്ലെങ്കിൽ എല്ലാത്തിനും അതീതമായിട്ട് എല്ലാത്തിന്റെയും മുകളിൽ ഒരു ഒരു സാധനമുണ്ട്, ആ ആള് അല്ലെങ്കിൽ ഒരാളുണ്ട്, ആ ആള് നമ്മുടെ എല്ലാം നിയന്ത്രിക്കും. നമ്മുടെ തീരുമാനങ്ങളൊക്കെ എന്താ പറയാ, നമ്മുടെ നല്ലതാണെങ്കിൽ സ്വർഗത്തിലോട്ട് പോകും, ചീത്തതാണെങ്കിൽ നരകത്തിലോട്ട് പോകും. ഇങ്ങനെ ഒരു സാധനം എഴുത്തച്ഛൻ അത് മൂപ്പരുടെ എഴുത്തിലൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു. അതിന് ഞാൻ പറഞ്ഞത് എഴുത്തച്ഛനല്ല അത് തുടങ്ങിയത്, എഴുത്തച്ഛന്റെ കുറെ കാലം മുമ്പ് ആളുകൾ എഴുതിയിട്ടുണ്ട്. എഴുത്തച്ഛന്റെ ആ സമയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു, കൂടുതൽ കൂടുതൽ ഈ ഭക്തി അല്ലെങ്കിൽ ഈ ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉയർന്നു വരാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു, ഈ ഭക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് വന്നതോടുകൂടി ആളുകൾക്ക് പേടിയായി. ഓക്കെ, ഞാൻ ചെയ്യുന്നതെല്ലാം വേറെ ആള് കാണുന്നുണ്ട്, അപ്പൊ ഞാൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ മുകളിലോട്ട് മറ്റെന്താ പറയാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഹെവൻ അല്ലെങ്കിൽ ഹെൽ എന്തോ ഒരു സാധനം, അതിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ, ആളുകളെ ഉപദ്രവിക്കരുത്. ഈ ഒരു പതുക്കെ പതുക്കെ ആളുകളുടെ ഇടയിൽ ഈ ഒരു ചിന്ത എന്ത് ചെയ്തു, പതുക്കെ പതുക്കെ ഉണ്ടായി വരാൻ തുടങ്ങി. ഓക്കെ, അന്നത്തെ കാലത്ത് ആരെയും പേടിയില്ലാത്ത കുറെ ആളുകൾ പതുക്കം ദൈവം എന്ന് പറഞ്ഞൊരു സംഭവത്തിന്, അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാൻ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ആളുകൾ എന്ത് ചെയ്യാം, പതുക്കെ പതുക്കെ നന്നാവുന്നു. ഇപ്പോഴും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അതിനനുസരിച്ച് എന്താ പറയാ, അവരുടെ തെറ്റുകളുണ്ട്. അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത്, അന്നത്തെ കാലത്ത് ആരെയും പേടിയില്ലാത്തൊരു ജനങ്ങളെ ഒന്ന് ഇത് കുറച്ച് നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛൻ മുതലും കെട്ട്, എഴുത്തച്ഛൻ ഞാൻ പറഞ്ഞു എഴുത്തച്ഛന്റെ മുമ്പും ആളുകൾ ഉണ്ടായിരുന്നു, എന്നാൽ എഴുത്തച്ഛൻ അതിൽ എന്ത് ചെയ്തു, ഒരു പ്രധാന ഒരു ഫാക്ടർ ആയിട്ട് വന്നു. ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? കാരണം എഴുത്തച്ഛൻ ഒരു ദിവസം രാവിലെ ഇരുന്നിട്ട് ഓക്കെ മലയാളം ആ ആ ഈ ഊ ഇങ്ങനെ എഴുതല്ല ചെയ്തത്. എഴുത്തച്ഛന്റെ മുമ്പും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മള് ഇപ്പൊ മലയാള ഭാഷയുണ്ട്, മലയാള അക്ഷരങ്ങളുണ്ട്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവാണ് ആയിട്ട് പറയപ്പെടുന്നത്? അതായത് അന്നത്തെ കാലത്ത് ഓക്കെ അന്നത്തെ കാലത്ത് ഓക്കെ അന്നത്തെ കാലത്ത് നമ്മള് മലയാളവും സംസ്കൃതവും മിക്സ് ചെയ്തിട്ടായിരുന്നു എഴുതിയിരുന്നത്. സംസ്കൃത ഭാഷയല്ല, ആ ഭാഷയിലുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ വാക്യങ്ങളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ വേർഡ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ മലയാളത്തിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ഇപ്പൊ അഹം, അഹം എന്ന് പറഞ്ഞിട്ടൊരു സംസ്കൃത വാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മലയാളത്തിൽ എഴുതുന്നതിന്റെ ഇടയിൽ അഹം എന്ന് പറഞ്ഞു. അപ്പോ ആളുകൾക്ക് സംസ്കൃതം അറിയുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, സംസ്കൃതം അറിയാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അയ്യോ എന്താണ് ഈ അഹം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. അപ്പൊ ഈ സംസ്കൃതം അന്ന് ആരൊക്കെയാ പഠിക്കേണ്ട, അന്ന് സംസ്കൃതം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഭാഷ എന്നായിരുന്നു അന്നത്തെ കാലത്തൊക്കെ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ ഭാഷ പഠിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അന്ന് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും കഥകളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇട്ട് നോക്കിയിട്ട് ആ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാ? കോട്ടന്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യണത്, കഥകളി കണ്ടാൽ നമുക്ക് മടുപ്പിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം അതിലുള്ള ഭാഷയാണ്. ഓക്കെ, മുദ്രകൾ വേറെ ഉണ്ട്, എന്നാലും ഭാഷയാണ് അതിന്റെ മെയിൻ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത്. കാരണം കഥകളിയിൽ മുഴുവനും മണിപ്രവാളം ഭാഷയാണ്, മലയാളം സംസ്കൃതവും മിക്സ് ചെയ്ത് വരുന്ന ഒരു ഭാഷയാണ്. പക്ഷെ ഓട്ടൻതുള്ളിൽ കുറേയും കൂടി മലയാളീകരിച്ച എന്താ പറയാ പദ്യങ്ങൾ ഉള്ളതാണ് ഓട്ടൻതുള്ളിലുള്ളത്. ഓക്കെ, അപ്പൊ എഴുത്തച്ഛന്റെ കാലം മുമ്പ് വരെ ഭയങ്കര എല്ലാവരും മെയിൻ ഫോക്കസ് ചെയ്തിട്ട് മലയാളം അതിന്റെ ഒരു സബായിട്ട് വരുന്ന രീതിയിലാണ് എഴുതിയിരുന്നത്. എഴുത്തച്ഛൻ വന്നതോടുകൂടി എഴുത്തച്ഛൻ പറഞ്ഞു എല്ലാവർക്കും ഇത് അറിയണം, എല്ലാവരും ഇത് പഠിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഈ സംസ്കൃതത്തിന്റെ അതിപ്രസരം എന്ന് പറഞ്ഞാൽ കൂടുതലുള്ളത്, സംസ്കൃതം കുറച്ചിട്ട് മലയാളം കൂട്ടണം. ഓക്കെ, മലയാളം കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, ആളുകൾ സ്വാഭാവികമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെയാണ് മണിപ്രവാളം എന്നുള്ള ഭാഷയിൽ, മണിപ്രവാളം എന്ന് പറഞ്ഞാൽ സംസ്കൃതവും മലയാളം മിക്സ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ മണിപ്രവാളം എന്ന് പറയുന്നത്, മണിപ്രവാളം ഭാഷ. ഓക്കെ, ഈ മണിപ്രവാളത്തിൽ
ക്രമേണ എന്ത് ചെയ്തു, സംസ്കൃത പദങ്ങൾ പതുക്കെ പതുക്കെ കുറച്ചു വരാൻ തുടങ്ങി. ഓക്കെ, അതുകൊണ്ടാണ് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവായിട്ട് അറിയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഭക്തി പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, നോക്കിക്കേ, ഒന്ന് ഭക്തി മൂവ്മെന്റ്. ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് നിന്നിരുന്ന സോഷ്യൽ ഈവിൾസ് അല്ലെങ്കിൽ സാമൂഹികമായ അരാജകത്വം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന കൊടിയ എന്താ പറയുക ക്രൂരതകൾ, ഓക്കെ, അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ യാഥാസ്ഥിതിക കാഴ്ചപ്പാട്, അതായത് ആളുകളൊക്കെ പഴയ പ്രാകൃത ചിന്തകളായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോഴും ആ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലൊക്കെ ഉള്ള ചിന്തകളായിരുന്നു അന്നത്തെ കാലത്തുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമായിരുന്നു. ആളുകൾക്കിടയിലുള്ള ഡിസ്ക്രിമിനേഷൻ, ആ ജാതിപരമായിട്ടും ലിംഗപരമായിട്ടും എന്താ പറയുക നിറപരമായിട്ടും വർണ്ണപരമായിട്ടും ഇങ്ങനെ ഒരുപാട് രീതിയിൽ, മതപരമായിട്ടും എല്ലാ രീതിയിലും വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, മതം, ജാതി, വർണ്ണം, ലിംഗം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിവേചനങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾക്ക് അന്ന് സംസ്കൃതം പഠിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. സംസ്കൃതം നല്ല ഭാഷ, ന്യൂനപക്ഷങ്ങൾക്കൊന്നും ഒന്ന് പഠിക്കുക, വിദ്യാഭ്യാസം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ മതപരമായിട്ടുള്ള ഒരു വേർതിരിവ് അവിടെ ഉണ്ടായിരുന്നു. ജാതി, അതായത് കീഴാളെന്ന് പറഞ്ഞാൽ ഈ അവർണരായിട്ടുള്ള, അവർണർ എന്ന് പറയുന്നത് ശരിയല്ല, എന്നാലും ഓക്കെ, അവർണരായിട്ടുള്ള ആളുകൾക്ക് അന്ന് ജോലി മാത്രമേ ഉള്ളൂ, പഠനം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. വേറൊന്ന് വർണ്ണം, മനുഷ്യന്റെ നിറം അനുസരിച്ചിട്ട്, കറുത്തവനാണെന്നുണ്ടെങ്കിൽ കറുത്തൻ കോട്ടൊന്നും വരാൻ പാടില്ല, കറുത്തവൻ മാറി നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലിംഗം എന്ന് പറഞ്ഞാൽ, അതായത് ആണുങ്ങൾ പഠിക്കണം, പെണ്ണുങ്ങൾ വീട്ടിലിരുന്നാൽ മതി, പെണ്ണുങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഭർത്താവിന് തീറ്റി പോയിട്ട്, ഇങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ലിംഗം. അപ്പൊ നോക്കിയാൽ അന്നത്തെ കാലത്ത് വിവേചനം ഒരുപാടുണ്ടായിരുന്നു. ഇങ്ങനെ വിവേചനം നേരിട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ മതപരമായും ജാതിപരമായും വർണ്ണപരമായും റേസ്, അതുപോലെ തന്നെ ലിംഗം, ജെൻഡർ പരമായിട്ടൊക്കെ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ച ഒരുപാട് ആളുകളുടെ ഇടയിലേക്കാണ് എന്ത് ചെയ്ത് നമ്മൾ ഈ ഭക്തി മൂവ്മെന്റ് പതുക്കെ പതുക്കെ ഇറങ്ങി വരാൻ തുടങ്ങി. അപ്പൊ ഈ ഭക്തി മൂവ്മെന്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ഒരു തരം വേർതിരിവില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഒരാണിന് വന്ന് പഠിക്കണോ, അല്ലെങ്കിൽ ഒരു പെണ്ണിന് വന്ന് പഠിക്കണോ, പഠിച്ചോ, അല്ലെങ്കിൽ പെണ്ണിന് വന്നിട്ട് ഒരു ഒരു സദസ്സിൽ ഇരിക്കണോ, ഇരുന്നു. ഓക്കെ, അതേപോലെ ഏതും മതത്തിൽ മുസ്ലിമിന് വന്ന് പഠിക്കണോ, പഠിച്ചോ, മുസ്ലിമിന് ചർച്ചയിൽ പങ്കെടുക്കണോ, ചർച്ചയിൽ പങ്കെടുത്തോ. അങ്ങനെ ഒരു തരം വേർതിരിവില്ല. ഈ ഭക്തി മൂവ്മെന്റിന്റെ ഒരു പ്രധാന സവിശേഷത നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ആളുകൾക്ക് എന്ത് ചെയ്തു, ആളുകൾ അതിൽ ആകൃഷ്ടരായി എന്ന് പറഞ്ഞാൽ അവരത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്തു, ഈ പതുക്കെ പതുക്കെ നമ്മുടെ ഈ ഭക്തി മൂവ്മെന്റ് വളരാൻ തുടങ്ങി. ഇപ്പോ ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങണം. നമ്മളെ PV അൻവർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. PV അൻവർ നിലമ്പൂർ MLA ആയിരുന്ന ഒരാളാണ് PV അൻവർ. ഈ PV അൻവർ ഇടതുപക്ഷം വിട്ടിട്ട് എന്ത് ചെയ്തു, പുതിയൊരു പാർട്ടി തുടങ്ങി. DMK എന്ന് പറയും, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി തുടങ്ങി. പാർട്ടി തുടങ്ങിയപ്പോ നമ്മളെ ആദ്യം തന്നെ അൻവർ, അയ്യോ അൻവർ, ഞാൻ പോയിട്ട് അൻവറിന്റെ പാർട്ടി ചേരാം, അങ്ങനെയല്ല നമ്മൾ. ആണോ, നമ്മൾ അൻവറിന്റെ പാർട്ടിയുടെ നയങ്ങൾ നോക്കും, നമുക്കും ആ നയങ്ങളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നതാണോ, ഓക്കെ, അങ്ങനെ ഒത്തുപോകാൻ പറ്റുന്നതാണെന്ന് കണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ ആകർഷകരായിട്ട് ആ പാർട്ടിയിലോട്ട് ചേരും. കുറെ ആളുകൾ ഈ പാർട്ടിയിലോട്ട് ചേരുമ്പോൾ അത് വളരും. ഓക്കെ, അത് വളർന്നിട്ട് അപ്പോ ഇങ്ങനെ ഈ ഭക്തി മൂവ്മെന്റ് എന്ത് ചെയ്തു, ഈ വിവേചനം നേരിട്ടവര് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ നേരിട്ടവര് ഈ ഭക്തി മൂവ്മെന്റിലുള്ള ഐഡിയാസിലൊക്കെ കണ്ടിട്ട് എന്താ പറയാ ആകൃഷ്ടരായി, അല്ലെങ്കിൽ അവര് അതിനോട് കൂടിയിട്ട് അവർക്ക് കൊള്ളാം, ഒപ്പം നിൽക്കാൻ പറ്റുന്നതാണെന്ന് തോന്നി. അങ്ങനെ ക്രമേണ എന്ത് ചെയ്തു, ഈ മൂവ്മെന്റുകളെല്ലാം വളർന്നു. അങ്ങനെ വളർന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ രണ്ട് മൂവ്മെന്റ്സ് ആണ്, ഒന്ന് ഭക്തി മൂവ്മെന്റും, രണ്ട് സൂഫി. ഓക്കെ, ഭക്തി, സൂഫി. ഓക്കെ മക്കളെ, ഈ സ്ലൈഡിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇത് ഞാൻ അതിന്റെ ഒരു ഇൻട്രോ ആണ് പറഞ്ഞത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഒന്നുകൂടി പറയൂ സാറേ. ഒന്നുമില്ല, അതായത് പണ്ടത്തെ കാലത്ത് ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഈ ഭക്തിയും സൂഫി മൂവ്മെന്റുകളൊക്കെ വന്നത്. അപ്പൊ ആളുകൾക്ക് എന്ത് ചെയ്തു, ആ മൂവ്മെന്റിനോട് താല്പര്യം തോന്നിയിട്ട് അവർ അതിലേക്ക് പോയി. അങ്ങനെ പോയപ്പോൾ എന്ത് ചെയ്തു, ആ മൂവ്മെന്റുകൾ പതുക്കെ വളരാൻ തുടങ്ങി, സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി.
ഓക്കെ, അങ്ങനെ സ്പ്രെഡ് ചെയ്ത രണ്ട് മൂവ്മെന്റ്സ് ആണ് ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നുള്ള ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൂവ്മെന്റ് ആണ്. ഓക്കെ, സൂഫി മൂവ്മെന്റ് പോലെ ഒരു മൂവ്മെന്റ് ആണ് ഭക്തി മൂവ്മെന്റ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? സാറേ മൂന്നാമത്തെ പോയിന്റ് അതായത് ഡിസ്ക്രിമിനേഷൻ എന്തൊക്കെ രീതിയിലാണ് ഇത് ഡിസ്ക്രിമിനേഷൻ നടന്നിരുന്നത്? അതായത് ഒന്ന് റിലീജിയസ് ആയിട്ട്, ഒന്ന് കാസ്റ്റ്, സംസാരിക്കില്ല മക്കളെ, റിലീജിയസ്, കാസ്റ്റ്, റേസ്, ജെൻഡർ, ഈ രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവര് ഡിസ്ക്രിമിനേഷൻ നേരിട്ടിരുന്നു. അത്രേ ഉള്ളൂ. മതം ജാതി ഒരു ഒന്നല്ലേ? അല്ല അല്ല അല്ല. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമാണ്, മുസ്ലിം എന്ന് പറയുന്നത് ഒരു മതമാണ്, ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഒരു മതമാണ്. എന്നാൽ ഹിന്ദുവിലുള്ള നായർ എന്ന് പറയുന്ന ഒരു ജാതിയാണ്, നമ്പൂതിരി എന്ന് പറയുന്നത് ഒരു ജാതിയാണ്, പിന്നെ ഈഴവ എന്ന് പറയുന്ന ഒരു ജാതിയാണ്. ഓക്കെ, അതാണ് ജാതി. ഹിന്ദുവിൽ ഉണ്ടാവുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ജാതി എന്ന്. അല്ലെങ്കിൽ മുസ്ലിംസിൽ ഇപ്പൊ സുന്നി, മുജാഹിദ്, അങ്ങനെ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിനെ നമുക്ക് ജാതി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അതിനൊരു ക്ലാസിഫൈ ചെയ്യാം. അത്രേ ഉള്ളൂ ഉദ്ദേശിച്ചത് കേട്ടോ. നാലാമത്തെ പോയിന്റ് എന്നോട് പറഞ്ഞുതരാം. അതായത് ഈ ഡിസ്ക്രിമിനേഷൻ നേരിട്ട ആളുകൾ എന്ത് ചെയ്തു? ഈ ഭക്തി മൂവ്മെന്റിലെ ഐഡിയാസുമായിട്ട്, ഐഡിയാസ് അടിപൊളിയാണ്, നല്ലതാണെന്ന് തോന്നിയിട്ട് അവരെന്ത് ചെയ്യും? അതിലേക്ക് പോയി ക്രമേണ ആ മൂവ്മെന്റ് വളരാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഇനി നമുക്ക് പറഞ്ഞോ മക്കളെ. മക്കളെ ഒന്നുമില്ലടാ, ഇത് രണ്ട് മൂവ്മെന്റ് അങ്ങനെ ആകർഷ്ടരായിട്ട് വളർന്നു, ആളുകളൊക്കെ ഭക്തിയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോ രണ്ട് മൂവ്മെന്റ്സ് വന്നു, ഒന്ന് ഭക്തി മൂവ്മെന്റും ഒന്ന് സൂഫി മൂവ്മെന്റും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഭക്തി മൂവ്മെന്റിനെ കുറിച്ചാണ്. മക്കളെ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച്, അവിടെ ആരോ മ്യൂട്ട് അല്ലാതെ വെച്ച്. ഓക്കെ 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 നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഭക്തി മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ്. നോക്കിയേ, ഭക്തി മൂവ്മെന്റില് ഹൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് കീർത്തനങ്ങൾ എന്നാ പറയാ. ഓക്കെ, ആരാണ് മക്കളെ അത്? മ്യൂട്ട് ചെയ്ത് എല്ലാവരും. ഈ സ്ലൈഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ സമയം തരാം. നിങ്ങൾ ദയവ് ചെയ്ത സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളൊന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഹൈൻസ് ആൻഡ് ഡിവോഷണൽ സോങ്സ് ടു ഫേവറേറ്റ് ഡൈറ്റി. ഡൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടദൈവം എന്നാണ് അർത്ഥം. ഇഷ്ടദൈവം. അപ്പൊ ഈ ഭക്തി മൂവ്മെന്റില് നമ്മൾ ഇഷ്ടദൈവത്തിന് വേണ്ടിയിട്ട് കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളും പാടും. ഓക്കെ, ഹൈംസ് ആൻഡ് ഡിവോഷണൽ സോങ്സ് ടു ഫേവറേറ്റ് ഡൈറ്റി. അതായത് ഭക്തി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഇപ്പൊ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെ ഹിന്ദുവായിട്ടുള്ള ഒരാള് കൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ എന്ത് ചെയ്യും? ആ കൃഷ്ണന് വേണ്ടിയിട്ടുള്ള പാട്ടുകളും കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള മക്കളെ അതൊന്നും ഓഫ് ചെയ്യടാ ആരാച്ചാ. നിങ്ങൾ എന്താ പഠിക്കാൻ തന്നെയല്ലേ ഇരിക്കുന്നത്? സമയം കളയുന്നത്. എടാ ആരാടാ? അതാ മ്യൂട്ട് ചെയ്യും നിങ്ങൾ എല്ലാവരും. അതാരാ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന? TV ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആളാരാ? അശ്വത്. അതാരാ? അശ്വത് ആരാന്ന് ഓഫ് ചെയ്തേ അശ്വത്. ഇത്ര നേരം പറയുന്നത് കേൾക്കുന്നില്ലേ മോനെ നീ? ഓക്കെ, ഇഷ്ടദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളും, അതുപോലെ ഹൈമൻസ് ആൻഡ് ഡിവോഷണൽ സോങ്സ്. ഓക്കെ, അത് ഈ മൂവ്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക കാര്യമാണ്. ഇവിടെ രണ്ട് തരം ഡിവോട്ടീസ് ഉണ്ടായി. ഡിവോട്ടീസ് എന്ന് പറഞ്ഞാൽ ഭക്തര് എന്നുള്ളതാണ് അർത്ഥം. വിഷ്ണു ഭക്തരെ നമ്മൾ ആൽവാസ് അല്ലെങ്കിൽ ആഴ്വർ എന്ന് പറയും. ഓക്കെ, വിഷ്ണു ഭക്തരെ നമ്മൾ ആൽവാസ് അല്ലെങ്കിൽ ആഴ്വർ എന്നാണ് പറയുക. അതേപോലെ തന്നെ ശിവനെ ആരാധിക്കുന്നവരെ നമ്മൾ നായനാസ് എന്നാണ് പറയുക. നായനാസ്. ഓക്കെ മക്കളെ, നിങ്ങള് ദശാവതാരം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ദശാവതാര സിനിമയുടെ ആദ്യം കമലഹാസൻ ഭയങ്കര ഇങ്ങനെ നീളത്തിൽ ഒരു കുറിയൊക്കെ തൊട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഒരു നെപ്പോളിയൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അതില്. അപ്പൊ ഇത് ഒരു വിഷ്ണുവിന്റെ എന്താ പറയാ, നമ്മുടെ ഒരു വിഷ്ണുവിന്റെ ഒരു പ്രതിമയില് ഈ കമലഹാസനെ കെട്ടിയിട്ട് കടലിൽ കൊണ്ടുപോയിട്ട് മറ്റെന്താ പറയാ തള്ളിയിട്ടാണ് കെട്ടിയിട്ടിട്ട്. അതിൽ ഈ പ്രശ്നങ്ങളാണ് നടന്നിരുന്നത്. അതായത് ശിവനാണ് വലുത് എന്ന് അതിലെ നെപ്പോളിയൻ പറയുമ്പോൾ വിഷ്ണു ആണ് വലുത് എന്ന് ആര് പറയും? കമലഹാസൻ പറയും. അങ്ങനെ ഇവര് ഈ വിഷ്ണു അല്ലെങ്കിൽ ശൈവ വൈഷ്ണവ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്
ഇതല്ല ഇതിന് ശേഷം കേട്ടോ. ഈ കാലഘട്ടത്തിൽ അത്ര പ്രശ്നം തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പൊ നോക്കിയേ, വിഷ്ണു ആണെന്ന് വലുത് എന്ന് വിചാരിക്കുന്ന ആഴ്വരുകളും ശിവനാണ് വലുത് എന്ന് വിചാരിക്കുന്ന നായനാർസും അന്നത്തെ കാലത്ത് ഈ ഭക്തി മൂവ്മെന്റിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. 2 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇഷ്ടദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകളും പ്രാർത്ഥനകളും, അതായത് ഹൈമൻസ് ആൻഡ് ഡിവോഷണൽ സോങ്സ്. 2 തരം ഡിവോട്ടീസ് ഉണ്ട്. വിഷ്ണുവിനെ ഡിവോട്ട് ചെയ്യുന്ന ആളുകൾ ആൽവാസ് അല്ലെങ്കിൽ ആഴ്വർ എന്നും, ശിവനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ശിവന്റെ ഡിവോട്ടീസ് ആയിട്ടുള്ളവരെ നായനാർസ് എന്നും നമുക്ക് പറയുന്നു. പോയിന്റ്സ് ക്ലിയർ ആണോ? എന്താണ് എന്താ? ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് നമ്മൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് എന്താണ് ഈ ഭക്തി മൂവ്മെന്റിന്റെ കാര്യങ്ങള്, പ്രത്യേകതകള്, അവിടെ എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു നോക്കി, ഹൈമൻസ് ആൻഡ് സോങ്സ്, അതായത് പ്രാർത്ഥനകളും ഗീതങ്ങളും, നോക്കി വെർനാക്കുലാർ ലാംഗ്വേജ്, അതായത് പ്രാദേശിക ഭാഷയിലാണ്. ഹൈമൻസ് എന്ന് പറഞ്ഞാൽ കീർത്തനങ്ങൾ എന്ന് പറയില്ലേടാ, കീർത്തനങ്ങൾ. അത് പ്രാർത്ഥനയുടെ വേറൊരു ഒരു സംഭവമാണത്. പ്രാർത്ഥനയിലുള്ള സംഭവമാണ് കീർത്തനങ്ങൾ. അപ്പോ എന്തുകൊണ്ടാണ് ഈ വെർനാക്കുലർ ലാംഗ്വേജിൽ ഈ ഹൈമൻസും സോങ്സും ഒക്കെ ഉണ്ടായത്? അതായത് ഞാൻ പറഞ്ഞ കഥകളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, അതായത് സംസ്കൃതത്തിൽ ഒരു കുറെ ശ്ലോകം അങ്ങോട്ട് ചൊല്ലിയാൽ എന്താ പറയാ, മലയാളം മാത്രം അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അയ്യോ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് മേപ്പെട്ട് നോക്കിയിരിക്കും. എന്നാൽ ഓട്ടംതുള്ളിൽ കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാ ചിരിക്കണതൊക്കെ? ഓട്ടംതുള്ളിൽ കുറെ എന്താ പറയാ സർക്കാസങ്ങളൊക്കെ ഉണ്ട്, അതായത് കുറെ എന്താ പറയാ കുറെ കളിയാക്കലുകളൊക്കെ ഉണ്ട് അല്ലെ? ആ കളിയാക്കലുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നത് എന്തുകൊണ്ടാ? അത് കുറേയും കൂടി മലയാളത്തിലാണ്. സംസ്കൃതത്തിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ, ബാക്കിയുള്ളത് ഫുള്ള് മലയാളത്തിലാണ്. അപ്പൊ ഈ ഭക്തി മൂവ്മെന്റ് സ്പ്രെഡ് ചെയ്യാനുണ്ടായ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് വെർനാക്കുലർ ലാംഗ്വേജിലാണ്, അതത് ലാംഗ്വേജിൽ, അതായത് ആ പ്രദേശത്ത് നിലനിന്നിരുന്ന ലാംഗ്വേജിലായിരുന്നു അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവും. 2ാമത്തെ പോയിന്റ്, ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, അതായത് ദൈവത്തിനെ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചുകൊല്ല, എല്ലാം ത്യജിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം കൊടുത്തുകൊണ്ട് ദൈവത്തിനെ സ്നേഹിക്കുക, അകമഴിഞ്ഞ സ്നേഹം എന്നുള്ള ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നോക്കി, സ്നേഹവും സമർപ്പണവും, ദൈവത്തിന് വേണ്ടിയിട്ട് എല്ലാം സ്നേഹിക്കുക, ദൈവത്തിനെ വല്ലാതെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു ഘട്ടമാണത്. 2ാമത്തത്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ല, അതായത് ജാതി വ്യത്യാസം അല്ലെങ്കിൽ ജാതി വേർതിരിവില്ല. നോക്കി, ജാതി വേർതിരിവില്ല, ജാതി വ്യത്യാസമില്ല. മക്കളെ, ഇങ്ങനെ എഴുതിയിട്ടുള്ളത് സ്ത്രീ എന്നാണ് അർത്ഥം കേട്ടോ. സ്ത്രീ എന്നൊരു അർത്ഥത്തിലാണ് ഇത് എഴുതിക്കുന്നത്. ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാല് പുരുഷൻ എന്നാണ് അർത്ഥം, പുരുഷൻ. ഓക്കെ, ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾ പഠിക്കും ഈ ചിഹ്നങ്ങളൊക്കെ. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് മറ്റെന്താ പറയാ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ, ഒരു കോഡൊക്കെ എഴുതിയിട്ടുള്ളത്. നോക്കിയേ, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് സ്ത്രീകൾ, അതായത് സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ ഭക്തി മൂവിൽ. ആ പെണ്ണാണ് എന്നാ ഇവിടെ കയറണ്ട, അങ്ങോട്ട് മാറിയിരിക്കും എന്നൊന്നും പറഞ്ഞിരുന്നില്ല അന്നത്തെ കാലത്ത്. സ്ത്രീകളാണോ, ആണെങ്കിൽ വരൂ, നമുക്ക് ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ഒപ്പം എന്താ പറയാ പാട്ട് പാടാം, ഒപ്പം എന്താ പറയാ കീർത്തനങ്ങൾ ആലപിക്കാം. അങ്ങനെ തുല്യമായ പങ്കാളിത്തം അന്ന് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭക്തി മൂവ്മെന്റിന് മുമ്പ് അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു. 2ാമത്തത്, ഡീപ് ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ആഴമേറിയ ആരാധനയാണ്. ദൈവത്തിന് വേണ്ടി നമ്മളെല്ലാം എന്താ പറയാ, ദൈവത്തിന് വേണ്ടി നമ്മൾ മരിക്കാനും റെഡിയാണ് കണ്ടോ, കടുത്ത ആരാധനയായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, പ്രാദേശിക ഭാഷയിൽ കീർത്തനങ്ങളും പാട്ടുകളും, ദൈവത്തിന് വേണ്ടി എല്ലാ സ്നേഹവും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ജാതി വ്യത്യാസം ഉണ്ടായിരുന്നില്ല, സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു, ദൈവത്തോട് അഗാധമായിട്ടുള്ള അല്ലെങ്കിൽ ആഴമേറിയ എന്താ പറയാ ആരാധനയായിരുന്നു ഒന്നും ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കൾ? ഇതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് റഫായിട്ട് എഴുതിയെടുത്തോ കേട്ടോ. എന്താണ് ചാറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കിയേ, ദൈവത്തെ പ്രാദേശിക ഭാഷയിലുള്ള കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളും അല്ലെങ്കിൽ
ഹൈമൻസും ഡിവോഷണൽ സോങ്സും ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, ദൈവത്തിന് എന്തെല്ലാം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. അതുപോലെ തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വ്യത്യാസമില്ല. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് എന്താ പറയുക വുമൻ, സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഡീപ് ഡിവോഷൻ, അതായത് ആഴമേറിയ അല്ലെങ്കിൽ കടുത്ത ആരാധനയായിരുന്നു അന്നുള്ള ആളുകൾക്ക് ദൈവത്തോട് ഉണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഭക്തി മൂവ്മെന്റ് തമിഴ്നാട്ടിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. നോക്കിയേ, സ്റ്റാർട്ട് ഫ്രം തമിഴ്. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി കൊടുത്ത് മക്കളൊന്നും മിണ്ടാണ്ടിരുന്നേടാ. ഓക്കെ, തമിഴ്നാട്ടിൽ നിന്നാണ് ഈ ഭക്തി മൂവ്മെന്റ് ആരംഭിച്ച അല്ലെങ്കിൽ തുടങ്ങിയത്. ഓക്കെ, നോക്കിയേ, ഈ ഭക്തി ഗാനങ്ങൾ പാടിയിട്ട് ആളുകൾ പല സ്ഥലത്തോട്ടും പോകും. ഈ നായനാസും അതുപോലെ തന്നെ ആഴ്വരകളൊക്കെ എന്ത് ചെയ്തു, ഭക്തിഗാനം പാടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകും. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവിടെയും എത്തും, ആ ഭാഗത്തും ഈ മൂവ്മെന്റിന്റെ ആളുകൾ എത്തും. അപ്പൊ അവിടെയും ഭക്തിയുള്ള ആളുകൾ ഉണ്ടാവും, ഭക്തി തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്തു, ഭക്തി സ്പ്രെഡ് ചെയ്തു. ഓക്കെ, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മുടെ പാണന്മാര് എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു. പാണന്റെ പാട്ട് കേട്ടിട്ടുണ്ട്. അതായത് ഈ പാണൻ എന്ന് പറയുന്ന ആൾക്കാരുടെ പണി എന്താ വെച്ചാല്, ഒരു സ്ഥലത്ത് ഉണ്ടായ കഥ ആ കഥ എന്ത് ചെയ്യും, നടന്നിട്ട് അവര് പോകുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് അതൊരു പാട്ടിന്റെ രീതിയിൽ പാടി. ഓക്കെ, അതുകൊണ്ടാണ് പാണന്റെ പാട്ട് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, പാണന്മാരായിരുന്നു അങ്ങനെ. ഇപ്പൊ ഈ നമ്മുടെ ഒരു വടക്കൻ വീരഗാഥ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മമ്മൂട്ടിയുടെ ഒക്കെ ഒരു പഴയ സിനിമയാണ്. ആക്ച്വലി നമുക്ക് അതിന് ആ കഥകൾ എങ്ങനെയാ നമ്മുടെ അടുത്ത് എത്തിയെന്ന് ഈ അത് എഴുതിയൊന്നുമില്ല ആരും, എവിടെ എഴുതിയൊരു കഥയൊന്നുമല്ല. ഇപ്പൊ ഒരു വടക്കൻ വീരഗാഥ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആരും എഴുതി വെച്ചിട്ടില്ല എവിടെ. അത് ഇപ്പോഴാണ്, പിന്നെ ഇപ്പോഴത്തെ കുറച്ചും കൂടി മുമ്പാണ് അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് അന്നത്തെ കാലത്തൊക്കെ ഈ സാധനം വന്നിരുന്നത്, ഒരാൾ പാടും, അത് അടുത്ത ആള് കേൾക്കും, അയാള് പാടും, അടുത്ത ആള് കേൾക്കും. ഇതിങ്ങനെ ചെയിൻ പോലെയാണ്. അതായത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത. ഇപ്പോ എന്റെ അച്ഛൻ ഒരു പാണനാണെങ്കിൽ അച്ഛൻ പാടിത്തരുന്ന പാട്ട് ഞാൻ കേൾക്കും. എന്നിട്ട് എന്റെ പണി എന്താ, ഞാൻ പഠിച്ച ഈ പാട്ട് എന്റെ മകനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ആ മകൻ പഠിക്കും. ആ മകന്റെ പണി എന്താ, അത് അടുത്ത തലമുറയ്ക്ക് പഠിപ്പിക്കും. അവരുടെ പണി എന്താ, അത് അടുത്ത തലമുറയിൽ പഠിപ്പിക്കും. ഇങ്ങനെ ചെറിയ ഒരു കാര്യം ചിലപ്പോൾ പറഞ്ഞു വലിയൊരു സംഭവമായിട്ട് മാറും. ഓക്കെ, ചെറിയൊരു കാര്യം പറഞ്ഞു അത് വലിയൊരു സംഭവമായിട്ട് മാറും. ചില സാധനം വലിയൊരു സംഭവം പറഞ്ഞു ചെറുതായിട്ട് പോകും. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനത്തെ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരാൾ പറഞ്ഞ് വേറെ ആൾ അറിഞ്ഞ് അവര് വേറൊരു കാര്യം കുറച്ചും കൂടി കൂട്ടി പറയും, പിന്നെ അത് കേട്ടുള്ളവർ വീണ്ടും കൂട്ടി പറയും. അങ്ങനെ അത് വലിയൊരു സംഭവം. അതൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അതുപോലെയായിരുന്നു ഭക്തി ഗാനങ്ങൾ പാടിയിട്ട് സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച സ്ഥലങ്ങളിലെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, അവരുടെയൊക്കെ ഭക്തി അവിടെ സ്പ്രെഡ് ചെയ്തു. രണ്ടാമത്തത് ഈവൽ പ്രാക്ടീസിനും ഇനീക്വാളിറ്റിക്കും എഗെയിൻസ്റ്റ് ആയിരുന്നു. അതായത് അനാചാരത്തിനും അസമത്വത്തിനും എതിരായിരുന്നു ആര്, ഭക്തി മൂവ്മെന്റ്. ഓക്കെ, ഈവൽ പ്രാക്ടീസിനും ഇനീക്വാളിറ്റി അല്ലെങ്കിൽ അനാചാരത്തിനും അസമത്വത്തിനും എതിരായിരുന്നു. അതുപോലെ തന്നെ ദേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്തു. എന്തിനൊക്കെയാ, മീനിങ്ലെസ് കസ്റ്റമറി, അതായത് അർത്ഥശൂന്യമായ അനാചാരത്തെ എതിർത്തു അല്ലെങ്കിൽ ചോദ്യം ചെയ്തു. ഇപ്പൊ 2 കാര്യത്തെ എതിർത്തു, 3 കാര്യത്തെ എതിർത്തു. അനാചാരം ഈവിൽ പ്രാക്ടീസ്, ഇനീക്വാളിറ്റി അസമത്വം, അർത്ഥശൂന്യമായ അനാചാരം. കസ്റ്റമറി എന്ന് പറഞ്ഞ ആചാരം എന്നുള്ളൂ, ആചാരം മക്കളെ, ഒരു ആചാരം എന്നുള്ളൂ മക്കളെ, ആചാരം. കസ്റ്റമറി എന്നൊക്കെ പറഞ്ഞ ഒരു ആചാരം എന്നുള്ളൂ. അപ്പൊ 3 കാര്യങ്ങൾ: അനാചാരം, അസമത്വം, അർത്ഥശൂന്യമായ ആചാരം അല്ലെങ്കിൽ ഈവിൾ സംസാരിക്കല്ലേ, ഈവിൾ പ്രാക്ടീസ്, ഇനീക്വാളിറ്റി, മീനിങ്ലെസ് കസ്റ്റമറി. ഇതിനെയൊക്കെ ആര് എതിർത്തിട്ടുണ്ട്, നമ്മുടെ ഭക്തി മൂവ്മെന്റിലുള്ള ആളുകൾ എതിർത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ജാതിഭേദമന്യേ, അതായത് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഇത് ഇഷ്ടമായി. അതായത് നല്ല കാര്യങ്ങളാ പറയണത്. അനാചാരങ്ങൾ എതിർത്തു, അസമത്വം, അതായത് ഞാൻ വേറെ നീ വേറെ എന്നുള്ളതല്ല, എല്ലാവരും ഒരുപോലെയാണെന്നുള്ളതിന് എന്നാണ് ഭക്തി മൂവ്മെന്റ് പറഞ്ഞത്. അതുപോലെ തന്നെ അർത്ഥശൂന്യമായിട്ടുള്ള ആചാരങ്ങൾ എതിർത്തു. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, എല്ലാ ജാതി മതമൊന്നും ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യും, ഇതിനെ ആക്സെപ്റ്റ് ചെയ്തു. എല്ലാവരും എവരിവൺ ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്,
ജാതിഭേദമന്യേ എന്ത് സംഭവിച്ചു? മക്കളെ സംസാരിക്കല്ലേ. ജാതിഭേദമന്യേ എന്ത് ചെയ്തു? ഇതിനെ ആകൃഷ്ടരായി അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തു. മക്കളെ ഇവിടെ രണ്ട് രചനകൾ, ഈ രണ്ട് ബുക്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. മക്കളെ മിണ്ടാണ്ടിരിക്കും മക്കളെ. ആരാണ് സംസാരിക്കുന്നത്? ഇതാണ് വരലിട്ടോ ഇത്. എവിടെ വരല്? എവിടെ വരല്? ഇല്ല പല്ലോടെ. ഓക്കെ ഓക്കെ, രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ ആഴ്വരുകൾ എഴുതിയ പുസ്തകം അല്ലെങ്കിൽ അവരുടെ രചനയാണ് 4000 ദിവ്യപ്രമാണം. 4000 ദിവ്യപ്രമാണം ആഴ്വരുടെ പുസ്തകമാണ് 4000 ദിവ്യപ്രമാണം. അതുപോലെ തന്നെ നായനാരുടെ പുസ്തകമാണ് തിരുമുറൈകൾ. ഓക്കെ, നായനാരുടെയാണ് തിരുമുറൈകൾ. ആഴ്വരെ മിണ്ടാണ്ടിരിക്കടാ, നിങ്ങളെ മ്യൂട്ട് ചെയ്ത് നമുക്കിത് കഴിഞ്ഞിട്ട് സംസാരിക്കേ. ആഴ്വർ എഴുതിയതാണ് 4000 ദിവ്യപ്രമാണം. അതുപോലെ തന്നെ നായനാരുകൾ എഴുതിയതാണ് തിരുമുറൈകൾ. ഓക്കെ ആണല്ലോ. ആഴ്വരുകൾ എഴുതിയതാണ് 4000 ദിവ്യപ്രമാണം. അതുപോലെ തന്നെ നായനാരുകൾ എഴുതിയതാണ് തിരുമുറൈകൾ. 4000 ദിവ്യപ്രബന്ധം അല്ലേ? അല്ല സോറി, പ്രബന്ധം. സോറിയുടെ മക്കളെ, പ്രബന്ധം കേട്ടോ, പ്രബന്ധം. സോറി പ്രബന്ധം, സോറി കേട്ടോ. 4000 ദിവ്യപ്രബന്ധം. ഓക്കെ ഓക്കെ, അങ്ങനെ രണ്ട് പുസ്തകങ്ങളാണ്. ഇനി എന്താണ് ഈ 4000 ദിവ്യപ്രബന്ധം എന്നും അതുപോലെ തന്നെ എന്താണ് തിരുമുറൈകൾ എന്നുള്ളതും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ ആണോ? ഈ സ്ലൈഡിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ലൈഡില് തമിഴ്നാടിനല്ലേ? ആ തമിഴ്നാടിനാണ് ഈ ഭക്തി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് ഓക്കെ. അപ്പോ നോക്കി, ജാതിഭേദമന്യേ എല്ലാവരും എന്ത് ചെയ്തു? ഇറസ്പെക്റ്റീവ് ചെയ്തു. അതുപോലെ തന്നെ ആഴ്വര് എഴുതിയതാണ് 4000 ദിവ്യപ്രബന്ധം. നായനാരുകളുടെ എഴുതിയ പുസ്തകമാണ് തിരുമുറൈകൾ എന്ന് പറഞ്ഞിട്ടുള്ള രചന. മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഭക്തി മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട കവികളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ മക്കളെ ഇനി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ. ഇനി നമ്മള് ഈ ഭക്തി മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട കവികളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, ആദ്യത്തെ ആള് നമ്മൾ പറയുന്നത് കുലശേഖര ആഴ്വർ എന്നാണ് പറയാ. കുലശേഖര ആഴ്വർ. ഓക്കെ, ആഴ്വർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആരിന്റെയാണ്? വിഷ്ണുവിന്റെ ഡിവോട്ടീസിനെയാണ് നമ്മള് എന്ത് പറയാ? ആഴ്വർ എന്ന് പറയാ. അപ്പൊ നോക്കിയേ, കുലശേഖര ആഴ്വർ എന്ന് പറയുന്നത് ഒരു വിഷ്ണു ഡിവോട്ടി ആയിരുന്നു. ഓക്കെ, ഒരു വിഷ്ണു ഭക്തനാണ് കുലശേഖര ആഴ്വർ എന്ന് പറഞ്ഞാൽ. മക്കൾ ഇവിടെ നോക്കിയേ, ഈ ആഴ്വരുകളില് 12 പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ഓക്കെ, 12 പ്രധാനപ്പെട്ട ആളുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളാണ് കുലശേഖര ആഴ്വർ എന്ന് പറഞ്ഞത്. ഓക്കെ, മൂപ്പര് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ 4000 ദിവ്യപ്രബന്ധത്തിലെ ഈ 4000 ദിവ്യപ്രബന്ധം എന്ന് പറഞ്ഞാൽ ഈ 12 ആളുകൾ ഉണ്ടല്ലോ, അതായത് ആഴ്വരിലെ പ്രധാനപ്പെട്ട 12 പേരുണ്ട് എന്ന് പറഞ്ഞു. ഈ 12 പേരുടെ ഒരു കളക്ഷൻ ഓഫ് ബുക്കാണ് 4000 ദിവ്യപ്രബന്ധം എന്ന് പറഞ്ഞാല്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ആഴ്വരുകളിലെ 12 ആളുകളുടെ രചനകൾ അല്ലെങ്കിൽ അവരുടെ ബുക്സ് അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 4000 ദിവ്യപ്രബന്ധം എന്ന് പറയുന്ന ആ ബുക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ വലിയ ഒരു ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികൾ എടുക്കുക, അതായത് ബഷീർ എഴുതിയ കഥകൾ മൊത്തം എടുക്കുകയാണ് നമ്മൾ. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ നമ്മുടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട കഥാകൃത്തുക്കളുടെ ഒരു പുസ്തകം, നമ്മൾ എല്ലാ കഥകളും എടുത്തിട്ട് ഒരു ബുക്ക് ആക്കുകയാണ്. അതിൽ പത്മരാജൻ എഴുതിയിട്ടുണ്ടാവും, ടി പത്മനാഭന്റെ കഥകൾ ഉണ്ടാവും, ഉണ്ണിയാറിന്റെ കഥകളുണ്ടാവും, പരീക്ഷ കഥകൾ ഉണ്ടാവും, അതിന്റെ കഥകൾ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയുക കവിതകൾ ഉണ്ടാവും. ഓക്കെ, മൂപ്പരുടെ കഥകൾ ഉണ്ടാവും, പ്രധാനപ്പെട്ട കുറെ ആളുകളുടെ പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട കഥകൾ കൂട്ടിയിട്ടാണ് നമ്മൾ ബുക്ക് ഉണ്ടാക്കുന്നത്.
അപ്പൊ നോക്കിയാൽ അതിൽ ആരൊക്കെ ഉണ്ടാവും? ഈ പറഞ്ഞ എല്ലാവരുടെയും എഴുത്തുകൾ ഉണ്ടാവും. അതുപോലെയാണ് നമ്മൾ 4000 ദിവ്യ പ്രബന്ധം ഉണ്ടായിട്ടുള്ളത്. ഈ 12 ആൾക്കാർ എഴുതിയുള്ള ഒരുപാട് രചനകൾ, ഒരുപാട് എഴുത്തുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ബുക്കാണ് എന്ത് 4000 ദിവ്യ പ്രബന്ധം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ കുലശേഖര ആഴ്വർ എന്ന് പറഞ്ഞാല് ആ 12 എണ്ണത്തില് വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ആളാണ് കുലശേഖര ആഴ്വർ. ഈ കുലശേഖര ആഴ്വര് ഈ മറ്റെന്താ പറയാ 4000 ദിവ്യ പ്രബന്ധത്തിൽ എഴുതിയിട്ടുള്ള 4000 ദിവ്യ പ്രബന്ധത്തിൽ എഴുതിയിട്ടുള്ള കുലശേഖര ആഴ്വരുടെ എഴുത്താണ് പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കുലശേഖര ആഴ്വർ എഴുതിയിട്ടുള്ള ഒരു എഴുത്താണ് പെരുമാൾ തിരുമൊഴി. ആ പെരുമാൾ തിരുമൊഴി നമ്മളെ 4000 ദിവ്യ പ്രബന്ധത്തിലുണ്ട്. വന്നിട്ടുള്ള കവിത ഫസ്റ്റ് വന്നിട്ടുള്ള കവിത എന്താ നമ്മളെ ഫസ്റ്റത്തെ പേജ് യൂണിറ്റിന്റെ ഫസ്റ്റത്തെ പേജിലുള്ള കവിത അതെ പെരുമാൾ തിരുമൊഴി അത് എഴുതിയ ആളാണ് കുലശേഖര ആഴ്വർ. ചിലപ്പോ നിങ്ങൾക്ക് ആ കവിത തന്നിട്ട് ഇത് എഴുതിയ ആളാരാ, ഇത് ആരാ എഴുതിയതാന്ന് ചോദിച്ചു. മക്കളെ 12 ആളുകൾ ഉണ്ടായിരുന്നു. അതില് പ്രധാനപ്പെട്ട ഒരാള്, ഈ 12 ഒരാളാണ് കുലശേഖര ആഴ്വർ എന്ന് പറഞ്ഞത്. 12 ആഴ്വരിലെ ഒരാളാണ് കുലശേഖര ആഴ്വർ. മൂപ്പരാണ് ഈ ആഴ്വരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ അപ്പൊ പെരുമാൾ തിരുമൊഴി എന്ന് പറഞ്ഞിട്ടാണ് ഈ കുലശേഖര ആഴ്വർ എഴുതിയ ബുക്ക്. ആ മറ്റേത് എന്തുണ്ട് 4000 ദിവ്യ പ്രബന്ധത്തിലുണ്ട്. ഈ 12 പേര് എഴുതിയ രചനകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ 4000 ദിവ്യ പ്രബന്ധം എന്ന് പറഞ്ഞാൽ. അതിലൊരാളാണ് നമ്മുടെ കുലശേഖര ആഴ്വർ. കുലശേഖര ആഴ്വർ എഴുതിയ ബുക്കാണ്, അല്ലെങ്കിൽ ആ ഒരു കഥ, അല്ലെങ്കിൽ ആ ഒരു രചനയാണ് പെരുമാൾ തിരുമൊഴി. സാറേ അപ്പൊ ഇവര് എന്താണ് ഓരോ ബുക്കിന്ന് 12 രചന ഓരോരുത്തന്നെ എഴുതിയിട്ട് ആ 12 രചനയല്ല, കുറെ രചനകൾ ഉണ്ടാവും. ഇപ്പൊ കുലശേഖര ആഴ്വർ എഴുതിയ ഫേമസ് ആയിട്ടുള്ള ഒന്നായിരിക്കാം ഇത്. അങ്ങനെ ഒരുപാട്, ചിലപ്പോ ഒരാള് 2 എണ്ണം എഴുതിയിട്ടുണ്ടാവും, 3 എണ്ണം എഴുതിയിട്ടുണ്ടാവാം. അതൊക്കെ പാടെ കൂട്ടിച്ചേർത്തിട്ടുള്ള ബുക്കാണ് 4000 ദിവ്യ പ്രബന്ധം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. അടുത്തതിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 12 ആളുകള്, അല്ലെങ്കിൽ ആഴ്വരിലെ 12 ആളുകള് എഴുതിയ ബുക്കുകൾ, ആ ഒരു കഥകളോ അല്ലെങ്കിൽ അതൊക്കെ ആ രചനകൾ കൂട്ടിച്ചേർത്തതാണ് 4000 ദിവ്യ പ്രബന്ധം എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഇവിടെ നോക്കി, ഈ നായനാരുകളിലെ 63 പേര് ചേർന്ന് എഴുതിയിട്ടുള്ള ആ രചനകളുടെ അല്ലെങ്കിൽ ആ ബുക്കിന്റെ ഒരു കളക്ഷൻ ആണ് എന്ത് തിരുമുറൈകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആഴ്വരാണെങ്കിൽ 12 പേര് കൂട്ടിച്ചേർത്തതാണ് 4000 ദിവ്യ പ്രബന്ധം. നായനാരുകൾ 63 ആളുകളുടെ കളക്ഷൻ ഓഫ് ആ സാധനമാണ് തിരുമുറൈകൾ. എന്തെങ്കിലും സംശയം ഉണ്ടോ മക്കളെ ഈ കാര്യത്തില്? ഈ 63 പേരില് അവര് 5-6 എഴുതിണ്ടാണെങ്കിൽ അതുണ്ടാവും ഈ പുസ്തകത്തില്. എങ്ങനെയാണ്? ഈ 63 പേര് എഴുതിയിട്ട് 2 കൂടുതലുണ്ടായെങ്കിൽ അതൊക്കെ അങ്ങനെ അതിന് ഇന്നത്തെ പോലെ അത് ഭയങ്കര എന്താ പറയാ ഇത്ര തന്നെ പാടുന്നൊന്നും അറിയില്ല. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, കണ്ടിട്ട് പോലും ഇല്ല കേട്ടാ. നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ ഈ 63 ആൾക്കാർ എങ്ങനെയായാലും അതിൽ ഈ തിരുമുറൈകളുടെ 63 കഥകൾ അല്ലെങ്കിൽ കവിതകൾ ഉള്ളൂന്ന് എനിക്കറിയില്ല സത്യത്തില്. ഓക്കെ, അപ്പൊ ഈ 63 ആളുകളും എഴുതിയിട്ടുള്ള ഒരു കുറെ രചനകളുണ്ട്, അതിന്റെ ഒരു കളക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ സ്കൂൾ മാഗസിൻ ഒക്കെ ഇറക്കില്ലേ മക്കളെ, ഈ മാഗസിൻ എന്താ, അത് ഒരാൾ മാത്രമാണോ എഴുതുക? അതിന്റെ മാഗസിന്റെ എഡിറ്റർ മാത്രമാണോ എഴുതുക? അല്ല, ആ എഡിറ്റർ ഉണ്ടാവും, അതിന്റെ സ്റ്റാഫ് അഡ്വൈസർ ഉണ്ടാവും, ചെയർമാന്റെ ഇതുണ്ടാവും, ജനറൽ സെക്രട്ടറി ഉണ്ടാവും, പിന്നെ ആളുകള് കുട്ടികൾ എഴുതിയ ഒരുപാട് കഥയും കവിതയും ചിത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് ഒരുപാട് ഈ 63 ആൾക്കാർ എഴുതിയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ബുക്ക് തന്നെയാണ് നമ്മൾ എന്ത് പറയാ തിരുമുറൈകൾ. ആഴ്വരിലാണെങ്കിൽ പറ മക്കളെ. ഓക്കെ, നമുക്ക് ഇനി സമയമല്ല, നമുക്ക് വേഗം തീർക്കണം. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ആളാണ് ബസവണ്ണ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. കർണാടകയിലാണ് മൂപ്പര് ജനിച്ചിട്ടുള്ളത്. ഓക്കെ, കർണാടകയിലുള്ള ആളാണ് മൂപ്പര് ബസവണ്ണ എന്ന് പറഞ്ഞാല്. ഓക്കെ,
സംസാരിക്കാം. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം. ബസവണ്ണനെ കുറിച്ച് കുറച്ചധികം പറയാനുണ്ട്. അപ്പൊ ഈ സമയമാവും വിചാരിക്കണം. ബസവണ്ണ എന്ന് പറയുന്നത് നോക്കി, വീരശൈവ പ്രസ്ഥാനം, വീരശൈവ മൂവ്മെന്റ്. ഓക്കെ, വീരശൈവ മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആ വീരശൈവ പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ് ബസവണ്ണ എന്ന് പറഞ്ഞാല്. ഓക്കെ, ഈ ബസവണ്ണന്റെ വേറൊരു സംഭവം ഉണ്ട്, അനുഭവ മണ്ഡപം. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ പറയാം. മക്കളെ ഒന്നുമില്ല, ഈ അനുഭവ മണ്ഡപം എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഒരു ആത്മീയ ചർച്ചാവേദി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫോറമാണ്. ഓക്കെ, ക്ലിയർ ആണോ? അനുഭവ മണ്ഡപം എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയ ചർച്ചാവേദിയാണ്. അതായത് ആത്മീയമായ കാര്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു എന്താ പറയാ, കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുന്ന ഒരു സദസ്സാണ് ഏത്, ഈ അനുഭവ മണ്ഡപം എന്ന് പറഞ്ഞാൽ. നമ്മൾ വീരശൈവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കും. നമ്മൾ ആദ്യം അനുഭവ മണ്ഡപം എന്താന്ന് പറഞ്ഞു. അതൊരു ആത്മീയ ചർച്ചാവേദിയാന്ന് പറഞ്ഞു. രണ്ടാളുകളാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇതിനെ നയിച്ചുകൊണ്ടിരുന്നത്. നോക്കിയേ, അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവിയാണ് ഈ എന്താ പറയാ ആത്മീയ ചർച്ചാവേദി ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതിനെ നയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കി, എവരി വൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ്, ആർക്കും പങ്കെടുക്കാം. അതായത് അവിടെ മറ്റെന്താ പറയാ, അവർണനാണോ സവർണനാണോ, ഹിന്ദു ആണോ മുസ്ലിം ആണോ, കറുത്തവനാണോ വെളുത്തവനാണോ, ആണാണോ പെണ്ണാണോ, ഇങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നമുക്ക് തോന്നുകയാണ്, എനിക്ക് അവിടെ പോയി ഇരിക്കണം തോന്നുകയാണെങ്കിൽ അവിടെ പോയിരിക്കാം. അവർ പറയുന്നത് കേൾക്കണം തോന്നുകയാണെങ്കിൽ കേൾക്കാം. അവരോട് നമുക്ക് വല്ലതും പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അവിടെ ആരും തടയുന്നൊന്നുമില്ല. എവരി വൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ്, ആർക്കും അവിടെ പോവാം. ആർക്കും അവിടെ പോയിട്ട് പറയുന്നതെല്ലാം കേൾക്കാം. നമ്മുടെ മനസ്സിൽ വേണമെങ്കിൽ പറയാം. അതാണ് ഈ ഭക്തി മൂവ്മെന്റിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആണ്. ഓക്കെ, ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ഈ മറ്റേ ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അനുഭവ മണ്ഡപം ആത്മീയ ചർച്ചാവേദി, രണ്ടാൾക്കാരാണ് അതിനെ നയിച്ചത്, അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവി. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവരി വൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ്, ആർക്കും അത് എന്ത് ചെയ്യാം, പങ്കെടുക്കാൻ പറ്റും. അതെ, സ്പിരിച്വൽ ഡിസ്കഷനും റിന്യൂവൽ ഓഫ് നോളേജ് എന്ന് പറഞ്ഞാല് സ്പിരിച്വൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് എന്താ, റിന്യൂവൽ ഓഫ് നോളേജ്, നമുക്ക് നമ്മുടെ ഉള്ള നോളേജിന് എന്ത് ചെയ്യാൻ പറ്റും, പുതുക്കാൻ പറ്റും. അതായിരുന്നു അവിടെ ലക്ഷ്യമിട്ടിരുന്നത്. അതായത് വെറുതെ വരികയല്ല, നിങ്ങൾക്ക് ആത്മീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അതുവഴി നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് എന്താ പറയാ കൂട്ടാൻ പറ്റും, വർദ്ധിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഈ അനുഭവ മണ്ഡപത്തില് കുറെ ആൾക്കാർ വന്ന് കുറെ കാര്യങ്ങൾ പറയും. അതിൽ നല്ല കാര്യങ്ങൾ അവരത് എഴുതി വെക്കും. ഓക്കെ, നല്ല കാര്യങ്ങൾ അവർ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള സാധനത്തെയാണ് നമ്മൾ വചനം എന്ന് പറയും. ആ ഐഡിയ, അവിടെ നിന്ന് കിട്ടുന്ന ഐഡിയാസ് അല്ലെങ്കിൽ സജഷൻസിനെ അവരൊരു പേരിട്ട് വിളിക്കുന്നു, അതാണ് വചനം. അതായത് ഞാൻ പറയാണ്, ലോകത്തെ മുഴുവൻ, ഇപ്പൊ ഞാൻ എന്താ പറയാ നമ്മുടെ അനുഭവ മണ്ഡപത്തിൽ പോയിട്ട് പറഞ്ഞു, ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും പറയാണ് ഓക്കെ, അത് നല്ല പോയിന്റ് ആണല്ലോ, ആളുകളെ സ്നേഹിക്കണം. അപ്പൊ എന്ത് ചെയ്തു, അതൊരു വചനമായിട്ട്, ഓക്കെ, ആ പുസ്തകത്തിൽ ഒരു വചനമായിട്ട് എന്ത് ചെയ്യും, ആ ലോകത്തെ എല്ലാവരെയും സ്നേഹിക്കണം എന്നാ പറഞ്ഞ് എഴുതി വെക്കും. അതാണ് ഈ വചനം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? അപ്പൊ അതാണ് അനുഭവം മണ്ഡപത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ വീരശൈവ മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. 12ാം നൂറ്റാണ്ടിൽ 12th സെഞ്ചുറിയിലാണ് അത് ഉണ്ടായി വന്നിട്ടുള്ളത്. നോക്കിയേ, അതിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഏകമതം, സിംഗിൾ റിലീജിയൻ, അല്ലെങ്കിൽ മോണോതീസം എന്നൊക്കെ പറയും. മോണോതീസം അങ്ങനെ. ഓക്കെ, മോണോതീസം എന്ന് പറഞ്ഞാൽ മതി. മനുഷ്യ സമത്വം, ഇക്വാലിറ്റി, ഓക്കെ, നീതി, ജസ്റ്റിസ്, സ്ത്രീ സമത്വം, വുമൻ ഇക്വാലിറ്റി. ഓക്കെ, ഇതൊക്കെ ആയിരുന്നു ഈ വീരശൈവ മൂവ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഒന്നുകൂടി ഞാൻ പറയാം, മോണോതീസം, ഇക്വാലിറ്റി, ജസ്റ്റിസ്, വുമൻ ഇക്വാലിറ്റി, അല്ലെങ്കിൽ ഏകമതം, മനുഷ്യ സമത്വം, നീതി, സ്ത്രീ സമത്വം. ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു വീരശൈവ പ്രസ്ഥാനം അല്ലെങ്കിൽ വീരശൈവ മൂവ്മെന്റ് 12th സെഞ്ചുറിയിൽ ഉണ്ടായി വന്നിട്ടുള്ളത്.
ഓക്കെ, സാറേ അതുപോലെ തന്നെ മുകളിലുള്ളതെന്ന് പറഞ്ഞു. എന്താ മക്കളെ? വീരശൈവ പ്രസ്ഥാനത്തിന്റെ മുകളിലുള്ളതെന്ന് പറഞ്ഞു ഒന്നും കൂടി. ഓക്കെ, അതായത് സ്പിരിച്വൽ ഡിസ്കഷൻ ആണ് അവിടെ നടക്കുക അനുഭവ മണ്ഡപത്തില്. അതുവഴി എന്ത് ചെയ്യും, നമ്മുടെ നോളേജ് ഒക്കെ റിന്യൂ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഐഡിയാസിനൊക്കെ നമ്മൾ വചനം എന്നുള്ള പേരിലാണ് എഴുതി ചേർക്കുക. അത്രേ ഉള്ളൂ. ഐഡിയാസിന് നമ്മൾ വചനം പറയും. ഓക്കെ, അതുപോലെ തന്നെ മതത്തിന്റെ കാപട്യത്തിനെതിരെ മോണോതീസം എന്നൊക്കെ പറയാം മോനെ. മോണോതീസം അതായത് ഇപ്പൊ ഒന്നിൽ കൂടുതൽ മതം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒന്നിൽ കൂടുതൽ മതം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോ മക്കളെ നിങ്ങൾ പഠിക്കാനില്ലാത്ത കാര്യം ഒന്നും ദയവ് ചെയ്ത് സംസാരിക്കാതിരുന്നേ. നമുക്ക് പറ്റുന്ന ഒരു കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ, അത് നിങ്ങൾ വെറുതെ സംസാരിച്ച് കളയല്ലേ. ആ പറ. കാപട്യം. ഇംഗ്ലീഷ് ഞാൻ അത് എന്താ വെച്ചാല് നമ്മുടെ എന്താ പറയാ, മതകാപട്യം എന്ന് പറഞ്ഞാല് മീനിങ്ലെസ് ആയിട്ടുള്ള നമ്മൾ കസ്റ്റമറി എന്ന് പറയില്ലേ, അതിനെയാ ആക്ച്വലി സെയിം സാധനം തന്നെ. ഓക്കെ, മീനിങ്ലെസ് ആയിട്ടുള്ള കസ്റ്റമറി ഒക്കെ ആയിരുന്നു അവിടെ നിലനിന്നിരുന്നത്. അതിനെതിരെ അവർ ചോദ്യം ചെയ്തിട്ട്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കി. ബ്രാഹ്മണിക്കൽ സുപ്രീമസിയെ അവർ എതിർത്തു. ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ അവർ നിലനിന്നു. ഓക്കെ, ബ്രാഹ്മണിക്കൽ സുപ്രീമസി, ബ്രാഹ്മണ മേധാവിത്വത്തിന് അവർ എതിർത്തു. അതുപോലെ തന്നെ ഓതന്റിസിറ്റി ഓഫ് വേദാസ് ക്വസ്റ്റ്യൻഡ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻഡ് ഓതന്റിസിറ്റി ഓഫ് വേദ, അതായത് വേദങ്ങളുടെ എന്താ പറയാ ഒരു എന്താ പറയാ വേദങ്ങളിലുള്ള കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെ അവർ ചോദ്യം ചെയ്തു. ഇപ്പൊ വേദത്തിൽ അങ്ങനെ പറഞ്ഞു എന്നിപ്പോ ഞാൻ പറയാണ്, നമ്മുടെ ഉപനിഷത്തായിട്ടുള്ള എന്താ പറയാ ഋഗ്വേദത്തിൽ പറയുന്നു എല്ലാവരും മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞു. അങ്ങനെ ഇല്ലാട്ടോ ഋഗ്വേദത്തിൽ, ഞാൻ വെറുതെ പറഞ്ഞു ഋഗ്വേദത്തിൽ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ പറയാണ്, ഓ പണ്ടത്തെ കാലത്ത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞു. പക്ഷെ നമുക്ക് അപ്പോ ഇപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അങ്ങനെ മിണ്ടരുത് എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയാം. അതുപോലെ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള, വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന പല കാര്യങ്ങൾ എന്ത് ചെയ്തു, അവര് ചോദ്യം ചെയ്തു. ഓക്കെ, ആ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ആരോടും മിണ്ടരുത് എന്ന് വേദത്തിൽ പറഞ്ഞു, അങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഭരണഘടന നമുക്ക് എന്ത് ചെയ്യാൻ തന്നിട്ടുണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പൊ എന്ത് വേദത്തിൽ പറഞ്ഞാലും നമ്മൾ അതിനെ സംരക്ഷിക്കാനൊന്നും പോകില്ല. ഓക്കെ, അപ്പൊ വേദത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അതിന്റെ ഓതന്റിസിറ്റിയെ അവർ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, സംസാരിക്കില്ലേ മക്കളെ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെയും വുമൺ ഡിസ്ക്രിമിനേഷനും ഒക്കെ അതിനൊക്കെ എതിരായിട്ട് കണ്ടിരിക്കടാ. ആരാണോ സംസാരിക്കുന്ന ആളാരാ? ആ സംസാരിക്കുന്ന ആളാരാ? ഓക്കെ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെയും വുമൺ ഡിസ്ക്രിമിനേഷനെയും എതിരെ എന്ത് ചെയ്തു, അവരാളുകളെ ബോധവൽക്കരിച്ചു. ക്ലിയർ ആണോ? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, മക്കളെ ഒന്നും മിണ്ടാണ്ടിരിക്കടാ. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെയും വുമൺ ഡിസ്ക്രിമിനേഷനൊക്കെ കുറിച്ചിട്ട് ഓക്കെ, നമ്മൾ എല്ലാ മനുഷ്യന്മാരും ആഫ്രിക്കയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, നമ്മുടെയൊക്കെ പൂർവികന്മാരൊക്കെ ഒരുപോലെയാണ്, അതുകൊണ്ട് നീ ഞാൻ എന്നുള്ള വേർതിരിവൊന്നും ഉണ്ടാവാൻ പാടില്ല, അത് മതത്തിന്റെ പേരിലും എന്താ പറയാ സ്ത്രീകളുടെ പേരിലൊന്നും അങ്ങനെ വേർതിരിക്കാൻ പാടില്ല, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഇങ്ങനത്തെ ബോധവൽക്കരണം എന്ത് ചെയ്തു അവിടുത്തെ ആളുകളിലേക്ക് ഈ ഭക്തി മൂവ്മെന്റ് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ മോണോതീസം, അതായത് ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ ഏകമതം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മോണോതീസം അവരെന്ത് ചെയ്തു, മക്കളൊന്നും മിണ്ടാണ്ടിരിക്കടാ. മോണോതീസം എന്ത് ചെയ്തു, മോണോതീസം അവര് പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, ഏകദൈവ വിശ്വാസം അവര് പ്രോത്സാഹിപ്പിച്ചു. അതായത് ഒന്നിലേറെ മതങ്ങൾ ഉണ്ടെങ്കിൽ ഞാനാണോ വലുത് ഈയാണോ വലുത് എന്നുള്ളൊരു പ്രശ്നം വരും. അങ്ങനെ മതത്തിന്റെ പേരിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കണം. ഇപ്പൊ നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, ഇപ്പൊ മുസ്ലിംസിന് ഒരു മതമേ ഉള്ളൂ, അല്ല ഒരു ദൈവമേ ഉള്ളൂ അല്ലേ, പിന്നെ കുറെ പ്രവാചകന്മാരാണുള്ളത്. സംസാരിക്കല്ലേ മക്കളെ, നിങ്ങളോടല്ല എത്ര നേരമായിട്ട് പറയണം മിണ്ടാണ്ടിരിക്കും. നിങ്ങൾക്ക് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക,
ഫോൺ ചെയ്ത് പറഞ്ഞു. ഓക്കെ, ക്ലാസ് എടുക്കുന്ന സമയത്ത് സംസാരിക്കുക. നിങ്ങൾ കാരണം ബാക്കിയുള്ള ആളുകൾക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ല. അത് ക്ലിയർ ആണോ? മ്യൂട്ട് ചെയ്ത് എല്ലാവരും. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് ഇപ്പൊ മുസ്ലിംസിനാണെന്നുണ്ടെങ്കിൽ അല്ലാഹ് എന്ന് പറയുന്ന ഒരു ദൈവമേ ഉള്ളൂ. മക്കളെ ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, നമ്മൾ പറയുന്നതിന് 30 ദൈവങ്ങൾ എന്നാ പറയാ. ഒരുപാടുണ്ട്. ഇപ്പോ കൃഷ്ണനാണോ വലുത്, ശിവനാണോ വലുത്, അയ്യപ്പനാണോ വലുത്, രാമനാണോ വലുത്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കണോണ്ട് സാറ് പറയുന്നത് മര്യാദക്ക് കേൾക്കണില്ല. മക്കളൊന്നും മിണ്ടാണ്ടിരിക്കറ. എത്ര നേരമായി നിങ്ങളോട് പറയും. അത് അൺമ്യൂട്ട് ചെയ്യാൻ. സാറേ, ഞാൻ കുട്ടിന്റെ ഉമ്മ, അവരോടൊന്നും മിണ്ടാൻ നിൽക്കാൻ പറയോ, ഒന്നും മനസ്സിലാവില്ല. അത് എന്താ ചെയ്യാ, അവരോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ? ഇനി അങ്ങനെയുള്ളവരെ ഒഴിവാക്കട്ടെ. നിങ്ങൾ ദയവേദം മിണ്ടാണ്ടിരിക്കുക. നിങ്ങൾ ഈ സമയം കളഞ്ഞിട്ട് നിങ്ങൾ പറ്റിയിട്ടല്ലേ പറഞ്ഞേ. ഓക്കെ, നമുക്ക് വേഗം പറയാം. മോണോതീസ് അവര് എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ കൺവിൻസ്ഡ് അബൌട്ട്, അതായത് ബോധവൽക്കരിച്ച് എന്തിനെ കുറിച്ചിട്ടൊക്കെ നോക്കിയേ, ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ, തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് അവര് എന്താ പറയാ ബോധവൽക്കരിച്ചു. ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹത്തെ ആ കാര്യത്തെ കുറിച്ച് അവർ ബോധവൽക്കരിച്ചു. കുട്ടികളെ കുറച്ചും കൂടെ പ്രായമായിട്ട് കല്യാണം കഴിക്കാവൂ, അല്ലാതെ കുഞ്ഞുനാളെ 10 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുത്, അതൊക്കെ മോശമാണെന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ബോധവൽക്കരിച്ചു, അല്ലെങ്കിൽ കൺവിൻസ് ചെയ്തു പാരന്റ്സിനെ. മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി, പ്രായപൂർത്തിയായ ശേഷം കല്യാണം കഴിപ്പിക്കാം, അതിനെ പ്രോത്സാഹിപ്പിച്ചു. അതായത് കല്യാണം കഴിപ്പിക്കുന്ന ഒഴിവാക്കിയിട്ട് അവർക്ക് പ്രായപൂർത്തിയായ ശേഷം കല്യാണം കഴിപ്പിച്ചാൽ മതി എന്ന് അവരോട് പറഞ്ഞു. അതുപോലെ തന്നെ വിഡോ റീമാരേജ്, വിധവ പുനർവിവാഹം. അതായത് അന്നത്തെ കാലത്തൊക്കെ സതിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഭർത്താവ് മരിച്ച ഭാര്യ ചെതയിൽ ചാടി മരിക്കണം എന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ശരിയല്ല, അതൊക്കെ സോഷ്യൽ ഈവിളാണ്. ആണുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം, വിധവകളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു കല്യാണം കഴിക്കണം എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് അവരെന്ത് ചെയ്തു, കൺവിൻസ് ചെയ്തു. ഓക്കെ, അപ്പൊ സമയം ഏതാണ്ടായി. നമുക്ക് ഒന്നും കൂടി ആദ്യം മുതൽ നോക്കാം. സാറേ, അപ്പൊ ഈ പെണ്ണുങ്ങൾ മരിച്ച ആണുങ്ങൾ ഇല്ല മക്കളെ, അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അത് ആണുങ്ങളാണ് വലുത്, പെണ്ണുങ്ങള് 2ാം സ്ഥാനാന്നുള്ള ചിന്തിക്കുന്ന കുറെ മണ്ടന്മാരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതായത് ആണുങ്ങൾക്കാണ് പവർ കൂടുതൽ, പെണ്ണുങ്ങള് എന്ന് പറയുന്നത് ദുർബലരാണ്, അല്ലെങ്കിൽ അവര് ആണുങ്ങളില്ലെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നത് ഉണ്ടാക്കിയ സംഭവമാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഭക്തി മൂവ്മെന്റിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി എടുക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ച് പറഞ്ഞുതരാം. സൂഫി മൂവ്മെന്റും വീരശൈവ മൂവ്മെന്റും തമ്മിൽ വേറെ വേറെയാണോ? എന്താണ് വീരശൈവ മൂവ്മെന്റ് വേറെ വേറെയാണോ? അതായത് മറ്റേ വീരശൈവ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഭക്തി മൂവ്മെന്റിൽ ബസവണ്ണ ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് ആണ് വീരശൈവ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല്. അത് ആക്ച്വലി നമ്മുടെ ഭക്തി മൂവ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, മാഷേ ജസ്റ്റ് ഫസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരുമോ? ഫസ്റ്റ് മുതൽ ലാസ്റ്റ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് സംസാരിക്കലേ മക്കളെ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഭക്തി മൂവ്മെന്റ് ഭക്തി മൂവ്മെന്റിനെ കുറിച്ച് എങ്ങനെയാണ് ഭക്തി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ് ഈ സ്ലൈഡ് പറയുന്നത്. അതുപോലെ തന്നെ ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളും ഇഷ്ടദൈവം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി പറയുന്നത്. ഇഷ്ടദൈവത്തിനെ കുറിച്ചിട്ട് അവര് കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് പാടും. അതുപോലെ തന്നെ വിഷ്ണു ഡിവോട്ടീസിനെ അൽവാസ് അല്ലെങ്കിൽ ആഴ്വരെന്നും ശിവ ഡിവോട്ടീസിനെ നായനാസ് എന്നും നമ്മൾ പറയുന്നു. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പറയുകയാണെങ്കിൽ വെർണാക്കുലർ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷയിലായിരുന്നു അവര് ഹൈമൻസും അല്ലെങ്കിൽ സോങ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, ദൈവത്തിന് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കും. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നില്ല. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ, സ്ത്രീകൾക്കൊക്കെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡീപ് ഡിവോഷൻ, ദൈവങ്ങളെ എന്താ പറയാ ആഴത്തിൽ പ്രാർത്ഥിച്ചിരുന്നു.
അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണ് തുടങ്ങിയത്. ഭക്തിഗാനം പാടിയിട്ട് ആളുകൾ സഞ്ചരിച്ചു, ആഴ്വരും നായനാർസും സഞ്ചരിച്ചിട്ട് ഭക്തി എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്തു. അതേപോലെ തന്നെ അവര് ഈവിൾ പ്രാക്ടീസിന്, ഇനീക്വാളിറ്റീനൊക്കെ എഗെയിൻസ്റ്റ് ആണ്. അതേപോലെ മീനിങ്ലെസ് ആയിട്ടുള്ള കസ്റ്റമറീസിന് അല്ലെങ്കിൽ അർത്ഥശൂന്യമായിട്ടുള്ള ആചാരത്തൊക്കെ അവർ എതിർത്തു. അതുപോലെ തന്നെ ജാതി ഭേദമന്യേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്തു, അത് പതുക്കെ വളരാൻ തുടങ്ങി. ആഴ്വര് എഴുതിയ ആഴ്വരുടെ പുസ്തകമാണ് 4000 ദിവ്യ പ്രബന്ധം എന്ന് പറയുന്നതും നായനാരുകളുടെ പുസ്തകമാണ് തിരുമുറൈകൾ എന്ന് പറയുന്നതും. ഇനി അതേപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട കവികളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് കുലശേഖര ആഴ്വരാണ്. 12 ആഴ്വരിൽ പ്രധാനപ്പെട്ട ആളാണ് കുലശേഖര ആഴ്വർ. ഈ 4000 ദിവ്യ പ്രബന്ധത്തിൽ മൂപ്പരെ എഴുതിയതാണ് പെരുമാൾ തിരുമൊഴി. അതുപോലെ തന്നെ നായനാര് 63 നായനാരുകളുടെ രചനയുടെ കളക്ഷനെയാണ് നമ്മൾ തിരുമുറൈകൾ എന്ന് പറഞ്ഞാല്. ഇനി ബസവണ്ണ എന്ന് പറയുന്നത് വീരശൈവ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടറാണ്. അനുഭവ മണ്ഡപം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു ആത്മീയ ചർച്ചാ വേദിയായിരുന്നു. അല്ലമ പ്രഭു അക്ക മഹാദേവിയാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. ആർക്കും അവിടെ പങ്കെടുക്കാൻ പറ്റിയിരുന്നു. സ്പിരിച്വൽ ഡിസ്കഷനും റിന്യൂവൽ ഓഫ് നോളേജും ആണ് അവിടെ നടന്നിരുന്നത്. അവിടുന്ന് കിട്ടുന്ന ഐഡിയാസിനെ വചനം എന്നുള്ള പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ എന്താണ് വീരശൈവ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ 12th സെഞ്ചുറിയിൽ ഉണ്ടായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് വീരശൈവ മൊമെന്റ്. മോണോതീസം അവരെന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. മനുഷ്യ സമത്വം, അതുപോലെ തന്നെ നീതി, സ്ത്രീ സമത്വത്തിനൊക്കെ അവർ പ്രോത്സാഹിപ്പിച്ചു. മതകാപട്യത്തിനെതിരെ അവര് എതിർത്തു. ബ്രാഹ്മണിക്കൽ സുപ്രീമസിയെ എതിർത്തു. വേദാസിന്റെ ഓതന്റിസിറ്റിയെ സംബന്ധിച്ച് അവർ ക്വസ്റ്റ്യൻ ചെയ്തു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെയും വുമൺ ഡിസ്ക്രിമിനേഷനെയൊക്കെ കുറിച്ചിട്ട് അവർ ബോധവൽക്കരിച്ചു. പിന്നെ നമ്മൾ മോണോതീസം പ്രൊമോട്ട് ചെയ്തു. പിന്നെ ഗ്രേറ്റ് തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ചും അവരെ എന്ത് ചെയ്തു, ബോധവൽക്കരിച്ചു. ശൈശവ വിവാഹത്തെ എതിർത്തിരുന്നു. പ്രായപൂർത്തിയായ ശേഷം കല്യാണം കഴിക്കുക എന്നുള്ള ഒരു കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി. വിധവാ പുനർവിവാഹത്തെ കുറിച്ച് അവർ പ്രൊമോട്ട് ചെയ്തു. ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടോ? സെക്കൻഡ് ലാസ്റ്റ് പറയാം. ക്ലാസ് കഴിഞ്ഞില്ലേ? ക്ലാസ് കഴിഞ്ഞു. സാർ, ആ ബസവണ്ണയുടെ ഒരു ടോപ്പിക് ഒന്നും കൂടി പറയൂ. മക്കളെ, ബസവണ്ണ എന്ന് പറയുന്ന വീരശൈവ മൂവ്മെന്റ് ഉണ്ടാക്കിയ ആളാണ്. അനുഭവ മണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അവിടെ നടത്തിയിരുന്നു. എന്താണ് അനുഭവ മണ്ഡപം? അതൊരു ആത്മീയ ചർച്ചാ വേദിയായിരുന്നു. ആരൊക്കെയായിരുന്നു അതിനെ ലീഡ് ചെയ്തത്? അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി ആയിരുന്നു. അവിടെ ആർക്കും പങ്കെടുക്കായിരുന്നു. സ്പിരിച്വൽ ഡിസ്കഷനും റിന്യൂവൽ ഓഫ് നോളേജും ആയിരുന്നു അവിടെ നടന്നിരുന്നത്. ഇനി അവിടുന്ന് കിട്ടിയ ഐഡിയാസിനെ വചനം എന്നുള്ള പേരിലാണ് അവര് എന്ത് ചെയ്ത് എഴുതി വെച്ചിട്ടുള്ളത്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരി കേട്ടോ, താങ്ക് യു. ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. മാള കുട്ടിന്റെ മോറുന്നതാ. ഞാൻ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ എഴുതാം. അത് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ പറഞ്ഞായിരുന്നു. നമ്പർ സേവ് ചെയ്തിരുന്നു. ഇല്ല. 6181848430. അല്ല, മറ്റേ നഷീൻ സാർ എന്താ
പോടാ